സ്വർണം ഏത് വഴിയൊക്കെ കൊണ്ടുപോകാൻ സാധിക്കുമോ അതിലൂടെ മുഴുവനും സ്വർണം കടത്തിക്കൊണ്ടുപോകുന്ന സ്വർണ്ണക്കള്ളന്മാരുടെ സ്വർണം കണ്ടു കഴിഞ്ഞാൽ ഒട്ടളങ്ങുന്ന ഒരു മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ കുടുംബവും അദ്ദേഹത്തിന്റെ സഹമന്ത്രിമാരും അദ്ദേഹം നിയമിക്കുന്ന ദേവസ്വം ബോർഡും അവിടുത്തെ ജീവനക്കാരും മുതൽ സകലരും ഇപ്പൊ പറയുന്നത് എന്താ, ജീവനക്കാരാണ്. 1-2 ജീവനക്കാരും ഇപ്പൊ എന്താണ് എല്ലാ കേസുകളിലും പ്രത്യക്ഷപ്പെടുന്ന ചില അവതാരങ്ങളുണ്ട്. ഒരിടത്ത് സ്വപ്നയാണെന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് ഒരു സരിതയായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പുതിയൊരു അവതാരമാണ്. എന്തിനാ? ഇത് മുഴുവൻ അവരുടെ തലയിലേക്ക് അങ്ങ് ചാടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. മലബാർ ദേവസ്വം ബോർഡുണ്ട്. ഈ മലബാർ ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റ് ദേവസ്വം ബോർഡുകളെ പോലെ അധിക വരുമാനമുള്ള വലിയ ക്ഷേത്രങ്ങളൊന്നും അവരുടെ കയ്യിലില്ല. എ കാറ്റഗറി, ബി കാറ്റഗറി, സി കാറ്റഗറി എന്നൊക്കെ തിരിച്ചിട്ടുണ്ട്. അതിനകത്ത് സൂപ്പർ ഗ്രേഡിലും എ ഗ്രേഡിലും സി ഗ്രേഡിലും വരുന്ന ക്ഷേത്രങ്ങളിൽ മാത്രമാണ് സ്ഥായിയായിട്ട് വരുമാനമുള്ളത്. ഈ സി ഗ്രേഡിലും ഡി ഗ്രേഡിലും ഇല്ല. അവിടെ ഏതാണ്ട് 10,000-4,000 ജീവനക്കാരുണ്ട്. ഈ അന്തംകമ്മികളെ അല്ലെങ്കിൽ സഖാക്കളെ കുത്തി നിറയ്ക്കുന്നത് സൂപ്പർ ഗ്രേഡിലും എ ഗ്രേഡിലും ബി ഗ്രേഡിലും ആയിട്ടാണ്. പിൻവാതിൽ വഴിക്ക് ഈ സി ഗ്രേഡിലും ഡി ഗ്രേഡിലും പാവപ്പെട്ട ജീവനക്കാരാണുള്ളത്. അവർക്ക് രാവിലെ പോയിട്ട് ക്ഷേത്രത്തിലെ ജോലി കഴിഞ്ഞാല് അവര് തൊഴിലുറപ്പിന് പോയിട്ട് അവരുടെ കുടുംബം പുലർത്തിക്കൊണ്ടുപോകുന്ന സാഹചര്യമുള്ളത്. കാരണം 1-2 വർഷം കൂടുമ്പോഴാണ് ആ പാവപ്പെട്ടവരുടെ വീടുകളില് ശമ്പളമെങ്കിലും കിട്ടുന്നത്. അപ്പൊ എല്ലാം കൂടെ അങ്ങ് ജീവനക്കാരുടെ തലയിലേക്ക് തള്ളിയിട്ട് നിങ്ങൾക്ക് രക്ഷപ്പെട്ടു പോകുന്നെന്ന് വിചാരിക്കേണ്ട. 10-30 കിലോ സ്വർണം ശബരിമല പോലൊരു സ്ഥലത്ത് നിന്ന് അടിച്ചുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ അത് കേരളത്തിലെ ഭരണകൂടം അറിയാതെ നടക്കില്ല എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് എല്ലാവർക്കും നല്ല നിശ്ചയമുണ്ട്. നിങ്ങളെ കൊണ്ട് ഉത്തരം പറയിക്കാതെ പോകുവാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. 2018 മുതൽ ശബരിമല ശ്രീധർമ്മ ശാസ്താവിനോട് നിങ്ങൾ കളിക്കുന്നതാണ്. 2021 നിങ്ങൾ ജയിച്ചപ്പോ തന്നെ ഞങ്ങൾക്ക് നല്ലൊരു ധാരണയുണ്ടായിരുന്നു. നിങ്ങളെ വലിയൊരു കുഴിയിലേക്ക് തള്ളിയിടാൻ വേണ്ടിയിട്ട് തൽക്കാലത്തേക്ക് അയ്യപ്പൻ പിടിച്ച് മുകളിലോട്ട് കയറ്റിയതാണെന്നുള്ള കാര്യം. നിങ്ങളുടെ പേര് മുഴുവൻ ചീത്തയായി. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPM എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചെമ്പ് പാർട്ടി ഓഫ് ഇന്ത്യയാണ് എന്ന് നാട്ടുകാരെ കൊണ്ട് പറയിക്കുന്ന സാഹചര്യം ഉണ്ടാക്കി നിങ്ങളുടെ ഉള്ളിലെ ചെമ്പ് പുറത്ത് കാണിച്ചിട്ട് സാക്ഷാൽ ശബരിമല ശ്രീധർമ്മ ശാസ്താവ് നിങ്ങളെ വെറുതെ വിടൂ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഈ യോഗത്തിന്റെ മുഖ്യ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്.